ഇതെന്നാ പഴംപൊരി ഉണ്ടാക്കാനുള്ള പഴമൊക്കെ എടുത്ത് തിന്നണം. അപ്പൊ പഴംപൊരി ഉണ്ടാക്കണ്ടേ? രണ്ട് ഏത്തപ്പഴം ഇരിക്കണ്ടായിരുന്നു. എന്നാൽ പിന്നെ വൈകിട്ട് സ്നാക്സിന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മയൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് അമ്മ കുളിക്കാൻ പോയ ഗ്യാപ്പിലാട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ അമ്മ വന്നതിന് മുമ്പേ ഞാൻ നേരത്തെ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. പിന്നെ പഴമൊക്കെ മുക്കി എണ്ണയിലിട്ട് നല്ലപോലെ പൊരിച്ചെടുത്തു. ഇപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് അതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോൾ ഇങ്ങനെ നല്ലപോലെ വിട്ട് വരും കേട്ടോ. പഴംപൊരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ ചായ കുടിച്ചിട്ട് മുറ്റത്തേക്ക് ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ നനയ്ക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്കും ലിച്ചു അമ്മയും കൂടിയും ഒരു ബക്കറ്റും കപ്പൊക്കെ എടുത്തിട്ട് അവർ നനയ്ക്കാമെന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങി. പിന്നെ എന്നാൽ പിന്നെ അവർ നനയ്ക്കട്ടെ എന്ന് ഓർത്ത് അവർക്ക് ഞാൻ ചെടി നനയ്ക്കൽ വിട്ടുകൊടുത്തു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ രണ്ടുപേരും ചെടിയൊക്കെ നനയ്ക്കാൻ ഭയങ്കര ഒത്തൊരുമയാണ്. ബക്കറ്റിൽ വെള്ളം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അതുപോലെ ഒത്തൊരുമയും കുറഞ്ഞ് പിന്നെ ലാസ്റ്റ് വഴക്കില്ല തീരുള്ളൂ. എന്നും സ്ഥിരം പരിപാടി അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ മിക്ക വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പറയാട്ടോ. ഇന്ന് വൈകിട്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മക്കളും കൂടി ഒരു 6:30 6:45 ആയപ്പോഴത്തേക്കും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നു. നമ്മൾ കല്യാണം വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ അമ്മച്ചിയും പൊന്നൂസൊക്കെ വന്നായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് അവരുടെ പരിപാടികളൊക്കെ കുറച്ച് സമയം കണ്ടു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കലാണല്ലോ. നമ്മൾ പിന്നെ മെയിനായിട്ട് ഫുഡ് അടിക്കാനാണല്ലോ പോണേ. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ കഴിക്കാനായിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ.